Welcome you all. Today we are discussing control flow structures of the PHP or control flow statements of the PHP. PHP control statements and control structures എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കൺട്രോൾ സ്ട്രക്ചർ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കൺട്രോൾ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സാധാരണ ഒരു പ്രോഗ്രാം നമുക്കറിയാം. പ്രോഗ്രാം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ഫയൽ വർക്ക് ചെയ്യുന്നത് എക്സിക്യൂട്ടിങ് നടക്കുന്നത് ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ഒരു ഓർഡറിലാണ് വർക്ക് ചെയ്യുക. ഏത് ഓർഡറിലാണോ അത് അപ്പിയർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. എന്നാൽ അതിൽ നിന്നും മാറിക്കൊണ്ട് അതിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യാണ്. അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ലൂപ്പിംഗ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഫ്ലോ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിന് അതിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്രം ടോപ്പ് ടു ബോട്ടം എന്നുള്ളതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത്. അതിനാണ് കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. There are three types: branching or conditional statements, looping statements, and break and continue statements. മൂന്ന് തരത്തിലാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ബ്രാഞ്ചിങ് ആൻഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. ഓക്കെ, ബ്രാഞ്ചിങ് ആൻഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് to perform different actions for different conditions. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ആ ഓരോ കണ്ടീഷൻസിനും ഓരോ ആക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ചിങ് ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലേ, കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രോഗ്രാമിലെ ഫ്ലോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പെർഫോമൻസ് മാറുക. ഓക്കെ, അതാണ് കണ്ടീഷണൽ ഓർ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദർ ആർ 4 types: if statement, if else statement, if else statement, and switch statements. The first one is if statement. It executes some code if one condition is true. അത് if കണ്ടീഷൻ സിൻടാക്സിലേക്ക് പോവുക, if കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളതാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, നേരത്തെ പ്രോഗ്രാംസിലൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ if എന്നുള്ളത് if ഒരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. എക്സാമ്പിളാണ് ആദ്യം നമ്മൾ PHP $t = date പറഞ്ഞിട്ട് ഡേറ്റ് ഹവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ടിയിലേക്ക് ടി എന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്യണം, അസൈൻ ചെയ്യാണ്. എന്നിട്ട് ഈ ടി എന്നുള്ളത് <20 ആണെങ്കിൽ ഹാവ് എ ഗുഡ് ഡേ എന്ന് കാണിക്കുക. അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ <20 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഹാവ് എ ഗുഡ് ഡേ എന്ന് കാണിക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഒന്നും കാണിക്കൂല. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഭാഗം ഡിസ്പ്ലേ ചെയ്യിക്കുള്ളൂ എന്നർത്ഥം. ഓക്കെ, ദെൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈഫിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്ത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അനദർ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ഈഫിലൊരു കണ്ടീഷൻ കൊടുത്തു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ ഈ ഒരു പാർട്ട് വർക്ക് ചെയ്യും. അതായത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ഫാൾസ് ആണെങ്കിൽ വേറെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ ഈഫ് എൽസിലാണെങ്കിൽ എന്ത് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലും ട്രൂ ആണെങ്കിലും എന്ത് ചെയ്യും, നമുക്ക് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം ട്രൂ ആണെങ്കിൽ മുകളത്തതും ഫാൾസ് ആണെങ്കിൽ എൽസ് പാർട്ടും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇവിടെ ആ ടി എന്നുള്ളതിലേക്ക് വീണ്ടും നമ്മൾ അസൈൻ ചെയ്തു സവറിൻ്റെ ടൈം. <20 ആണെങ്കിൽ <20 ആണെങ്കിൽ ഹാവ് എ ഗുഡ് ഡേ എന്ന് കാണിക്കും. <20 അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഹാവ് എ ഗുഡ് നൈറ്റ് എന്ന് കാണിക്കും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഹാവ് എ ഗുഡ് എന്ന് കാണിക്കും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഹാവ് എ ഗുഡ് നൈറ്റ് എന്ന് കാണിക്കും. നേരത്തെ ട്രൂ ആണെങ്കിൽ എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ ഫാൾസ് ആണെങ്കിൽ എന്നുള്ള കണ്ടീഷൻസ് കൊണ്ട് നടത്താം. ഇനി ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻസ് കൊടുത്തിട്ടുള്ളേ, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. ആ സമയത്താണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് എക്സിക്യൂട്ട് ഡിഫറെൻറ്റ് കോഡ്സ് ഫോർ മോർ ദാൻ 2 കണ്ടീഷൻ. രണ്ടിൽ കൂടുതൽ കണ്ടീഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണത് if else സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പം ഇവിടെ എങ്ങനെ കൊടുക്കുക, ഇഫ് കഴിഞ്ഞിട്ടൊരു കണ്ടീഷൻ കൊടുത്തു, അവിടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അടുത്ത് വീണ്ടും ഒരു കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ എൽസ് ഇഫ് എന്ന പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് ഇഫ് എന്ന് കൊടുത്തിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുക, അവിടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൽസ് അത് രണ്ടും ഫാൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, $PHP $t = date അവർ കൊടുത്ത് അത് t ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ എക്കോ ഹാവ് എ ഗുഡ് മോർണിംഗ് എന്ന് കാണിച്ചു. എൽസ് ഇഫ്
ലെസ് ദാൻ 20 ആണെങ്കിൽ എന്ത് ചെയ്യും, ഹാവ് എ ഗുഡ് ഡേ എന്ന് കാണിക്കും. എൽസ് എക്കോ ഹാവ് എ ഗുഡ് നൈറ്റ് എന്ന് കാണിക്കാം, രണ്ടും അല്ലെങ്കിൽ. ലെസ് ദാൻ 10 ആണെങ്കിലും ഒന്നാമത്തെ കാണിക്കും, ലെസ് ദാൻ 20 ആണെങ്കിൽ ഗുഡ് ഡേ എന്ന് കാണിക്കും, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ്. ഇവിടെ എന്തുണ്ട്, രണ്ട് കണ്ടീഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു കണ്ടീഷനുള്ളായിരുന്നു, ഇവിടെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എന്തുണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് വൺ ഓഫ് മെനി ബ്ലോക്സ് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൂടുതൽ മെനി ബ്ലോക്ക് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ച് എന്താ ചെയ്യുന്നത്, സ്വിച്ച് എൻ ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. ആൻഡ് കേസ് 1 കേസ് 1 ആണ് സാറ്റിസ്ഫൈ എങ്കിൽ ഇവിടെ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. കേസ് 2 ആണെങ്കിൽ ഇവിടെ ചെയ്യും, കേസ് 3 ആണ് ഇവിടെ ചെയ്യും. ഈ ഒരു കേസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. നമ്മൾ PHP നമ്മൾ എന്ത് ചെയ്തു, കേസ് ഇത് കൊടുക്കുകയാണ്. ഫേവറേറ്റ് കളർ ഈക്വൽ ടു റെഡ്. ഫേവറേറ്റ് കളർ റെഡ് എന്നാണെങ്കിൽ എന്ത് ചെയ്യും, സ്വിച്ച് ഫേവറേറ്റ് കളർ എന്നുള്ള ഫേവ് കളർ എന്ന് കൊടുത്തു. ആ ഫേവ് കളർ എന്താണ്, ഇവിടെ റെഡാണ് കൊടുത്തത് അല്ലേ. റെഡാണ് കൊടുത്തുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും, അത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളിവിടെ ബ്ലൂ ആണ് കൊടുത്തതെങ്കിൽ ഒന്നാമത്തെ സാറ്റിസ്ഫൈ ഇല്ല, രണ്ടാമത്താണ് സാറ്റിസ്ഫൈ എങ്കിൽ രണ്ടാമത്തെ ബ്ലൂ എന്നുള്ളത് വർക്ക് ചെയ്യും. ഗ്രീൻ ആണെങ്കിൽ മൂന്നാമത്തത്. ഇതൊന്നുമല്ല നമ്മൾ കൊടുത്തത്. വൈറ്റ് എന്നാണെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ഇല്ല, ആ സമയത്ത് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, ദിസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ലൂപ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. എന്താണ് ലൂപ്സ് എന്നാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ സെയിം ബ്ലോക്ക് ഓഫ് കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരു സെയിം ബ്ലോക്ക് ഓഫ് കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യാൻ വേണ്ടി, വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ആ കോഡ് എന്ത് ചെയ്യും, ഒരേ കോഡ് വീണ്ടും ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്സ് ഉപയോഗിക്കുന്നത്. ദർ ആർ 4 types of loops is there: while loop, do while loop, for loop and for each loop. This is the important one, for each loop. വേറെ അതർ ലാംഗ്വേജസിൽ നമുക്ക് കാണാത്തൊരു പുതിയൊരു ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്നുള്ളത്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് വൈൽ ലൂപ്പ്. ഇറ്റ് എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ലോങ് ആസ് ദി സ്പെസിഫൈഡ് കണ്ടീഷൻ ഇസ് ട്രൂ. കൊടുത്തിട്ടുള്ള സിൻടാക്സ് നോക്കുക, കൊടുത്തിട്ടുള്ള വൈൽ എന്ന് കൊടുക്കുന്നു, കണ്ടീഷൻ ഇസ് ട്രൂ, ദെൻ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ, ഈ ഇവിടുത്തെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിന് ഔട്ടാവും. ഓക്കെ, അതാണ് വൈൽ ലൂപ്പ് എന്നുള്ളത്. ഇവിടെ കൊടുക്കുന്ന വൈലിൽ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടുത്തെ ഒരു പാർട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ PHP x = 1 എന്നുള്ളത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ആൻഡ് വൈൽ $x less than or equal to 5, then echo the number is 1. നമുക്കറിയാം 1 എന്നുള്ളതാണ് എക്സിൻ്റെ വാല്യൂ, therefore it is true, its condition is true, therefore the number is 1. then x++, ഈ 1 എന്നുള്ളത് 2 ആക്കി, വീണ്ടും ഈ ഫംഗ്ഷൻ വീണ്ടും ഇവിടെ വരും, ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വരും. 2 less than or equal to 5, the number is 2. അങ്ങനെ 5 വരെ വരും, കാരണം 5 എന്താണ്, 5 ഈക്വൽ ടു ആണ്, 5 വരെ വരും. ദെൻ എക്കോ നമ്പർ ഈസ് 5 എന്നുള്ളതും വർക്ക് ചെയ്യും, നമ്പർ ഈസ് 5 എന്നുള്ളതും വർക്ക് ചെയ്യും. ദെൻ 5 കഴിഞ്ഞ് വീണ്ടും 5++, അപ്പം എന്താ 6 ആയി. 6 വരുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ എന്തായി, കണ്ടീഷൻ ഫാൾസ് ആയി. therefore വൈൽ ലൂപ്പ് എന്ത് ചെയ്യും, ഇത് പുറത്ത് വരും, ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ ഏതുവരെയാണോ ട്രൂ ആവുന്നത്, ആ ട്രൂ ആവുന്നത് വരെ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം വർക്ക് ചെയ്യും. കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആണ് ആ സമയത്ത് ആ ലൂപ്പ് എന്ത് ചെയ്യും, ഇത് എക്സിറ്റ് ചെയ്യപ്പെടും. ഇതാണ് വൈൽ ലൂപ്പ്. നെക്സ്റ്റ് ഈസ് ഡു വൈൽ ലൂപ്പ്. ഇറ്റ് എക്സിക്യൂട്ട് the block of code once. It will when they check the condition and repeat the loop while the specified condition is true. അതായത് നമ്മൾ ഡു വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്തായാലും ഒരു വട്ടം ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, അതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, വൈൽ ലൂപ്പിലാണെങ്കിൽ ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ ഡു വൈൽ ലൂപ്പിലാണെങ്കിൽ ആദ്യം എന്ത് ചെക്ക് ചെയ്യും, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുൻപ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, അതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. നേരത്തെ അതേപോലത്തെ എക്സാമ്പിൾ PHP x = 1 ഇനീഷ്യലൈസ് ചെയ്ത് ഡു ദ നമ്പർ ഈസ് 1. കാരണം കണ്ടീഷൻ ഇവിടെ കിടക്കുന്നത്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുൻപേ എന്ത് ചെയ്യാണ്, കോഡ് ദ നമ്പർ ഈസ് 1 എന്നുള്ളത് ചെക്ക് ചെയ്യും, എന്നിട്ടാണ് 1++2 എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അവസാനമാണ് ഡു വൈൽ കണ്ടീഷൻ വരുന്നത്. ഡു വൈൽ എന്നുള്ള അവസാനം വരുന്നത്, അതുകൊണ്ട് കണ്ടീഷൻ അവസാനമാണ് വരുന്നതെന്ന് അർത്ഥം. വൈലിലാണെങ്കിൽ ആദ്യം കണ്ടീഷൻ വരും. എക്സാമ്പിൾ ചേഞ്ച് ചെയ്താണ് $x = 6 എന്ന് കൊടുത്തു വിചാരിക്കുക. 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്കോ ദ നമ്പർ ഈസ്
6 എന്നുള്ളത് ആദ്യം കാണിക്കും. നമ്പർ 6 എന്നുള്ളത് കാണിക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഇവിടെ പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി 6 എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. എന്നാൽ ജസ്റ്റ് വൈൽ ലൂപ്പ് ആണെങ്കിൽ നമ്മളിവിടെ 6 ആണ് കൊടുത്തതെങ്കിൽ, ഈ പാർട്ടിൽ 6 ആണ് കൊടുത്തതെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണ് ഉണ്ടാകുക, കണ്ടീഷൻ ട്രൂ ആവില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒന്നും പ്രിന്റ് ചെയ്യാതെ നേരെ ഔട്ട് ചെയ്യും. മറ്റേതാണെങ്കിൽ ഓരോ വട്ടം എന്ത് ചെയ്യും, ഓൾറെഡി അത് പ്രിന്റ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഡു വൈൽ. നെക്സ്റ്റ് ഫോർ ലൂപ്പാണ്. ആദ്യം എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ നോ ഈസ് അഡ്വാൻസ് ഹൗ മെനി ടൈംസ് ദ സ്ക്രിപ്റ്റ് ഷുഡ് റൺ എന്നുള്ളതാണ്. എത്ര വട്ടം ഈ സ്ക്രിപ്റ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോർ ലൂപ്പ് ഉള്ളത്. അപ്പം ഫോർ ഇനിറ്റ് കൗണ്ടർ, ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ആണ്, പിന്നെ ടെസ്റ്റിംഗ് കൗണ്ടറാണ്, പിന്നെ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് കൗണ്ടർ, ദെൻ എക്സിക്യൂട്ട് ദി കോഡ്. എക്സാമ്പിൾ $PHP for $x equal to 0, $x less than or equal to 10, $x plus plus, echo the number is. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്പർ ഈസ് 1 പ്രിന്റ് ചെയ്യും, 0 പ്രിന്റ് ചെയ്യും, പിന്നെ 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും. അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഫാൾസ് ആവണ വരെ എന്ത് ചെയ്യും, ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ദ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഫോർ ഈച്ച് ലൂപ്പ്. PHP ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്ന ലൂപ്പിൽ ഒരു പ്രത്യേകതകളാണ് ഫോർ ഈച്ച് ലൂപ്പ്. ഫോർ ഈച്ച് ലൂപ്പ് എന്ന് ഉപയോഗിക്കുന്നത് അറേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺലി ഓൺ അറേസ്. ഓക്കെ, ദ ബ്ലോക്ക് ഓഫ് കോഡ് ഫോർ ഈച്ച് എലമെൻറ്റ് ഇസ് ആൻ അറേ. അറേയിൽ ലൂപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്നുള്ളത്. ഓക്കെ, അറേയിൽ യൂസ് ചെയ്യാനുള്ള ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പ്. സിൻടാക്സ് കൊടുത്തിട്ടുണ്ട് ഫോർ ഈച്ച് $array ആസ് $value code to be executed. അറേൻ്റെ നെയിമും വാല്യൂസിൻ്റെ നെയിമും എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കുക. എക്സാമ്പിൾ നോക്കാം നമുക്ക്. PHP ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു, $color equal to array റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ എന്നുള്ള കളേഴ്സ് എന്നുള്ള ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഫോർ ഈച്ച് ലൂപ്പ് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ കോൾ ചെയ്യണം. ആ ഫോർ ഈച്ച് ലൂപ്പ് $colors എന്നുള്ള എന്താണ്, അറേൻ്റെ നെയിമാണ്, ആസ് $value. ഓക്കെ, വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക. ദെൻ എക്കോ $value എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വാല്യൂ എന്താണെന്നുള്ള നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഓരോ കളറും പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അറേയുള്ള വാല്യൂസ് ഓരോന്ന് കോൾ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പ് വെച്ചിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഓരോന്നും കോൾ ചെയ്യാം. ദാറ്റ് ഈസ് ഫോർ ഈച്ച് ലൂപ്പ്. ഓക്കെ, അതിൻ്റെ അനദർ എക്സാമ്പിൾ, വേറെ ടൈപ്പ് എക്സാമ്പിൾ ഇപ്പോൾ കൊടുത്തുന്നുള്ളൂ. അറേ വേറൊരു മോഡൽ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അറേ 3 ടൈപ്പ് അറേസ് ഉണ്ട്, നമുക്ക് പഠിക്കാണ്ട് 3 ടൈപ്പ് അറേസ് ഏതൊക്കെയാണെന്നുള്ളത് അതിലേക്ക് വരുമ്പോൾ വരും. ഇൻഡെക്സ്ഡ് അറേയും അതുപോലെ മൾട്ടിനേഷണൽ അറേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിക്കാണ്ട് അതിലേക്ക് വരുമ്പോൾ വരാം. ഓക്കെ, അപ്പോൾ വേറെ ടൈപ്പിൽ അറേ ഡിക്ലെയർ ചെയ്തിട്ട് വീണ്ടും ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ട് അന്ന് വർക്ക് ചെയ്യിച്ചു എന്നുള്ളൂ. ദെൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ജമ്പ് ഔട്ട് ഓഫ് എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് കാൻ ഓൾസോ യൂസ്ഡ് ടു ജമ്പ് ഔട്ട് ഫോർ എ ലൂപ്പ്. എക്സാമ്പിൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൂപ്പ് നിന്ന് ജമ്പ് ഔട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് സ്വിച്ചിലാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണാറുള്ളത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതായാലും ലൂപ്പിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഇറ്ററേഷൻ പൂർത്തിയായതിനു ശേഷം അടുത്ത ഇറ്ററേഷൻ ആ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈ ട്രൂ ആണെങ്കിൽ അടുത്ത ഇറ്ററേഷനും നടക്കാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു ലൂപ്പിൽ ആദ്യത്തെ ഇറ്ററേഷൻ നടന്നു, അതിനുശേഷം ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നെക്സ്റ്റ് ഇറ്ററേഷൻ നടക്കുന്നു, അത് ട്രൂ ആണെങ്കിൽ വീണ്ടും നെക്സ്റ്റ് ഇറ്ററേഷൻ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇറ്ററേഷൻസ് നടക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഒരു എക്സാമ്പിളാണ് വരച്ചിട്ടുള്ളത്. $x equal to 0 ഫോർ ലൂപ്പിൽ ബ്രേക്ക് കൊടുത്തത്, $x less than or equal to 10, x plus plus. If $x equal to 4 then break. ഓക്കെ, ദ നമ്പർ ഈസ് 1 എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ത് ചെയ്യും, 0 എന്നുള്ളത് വെച്ച് പ്രിന്റ് ചെയ്യും, ദെൻ 1 എന്നുള്ളത് പ്രിന്റ് ചെയ്യും, 2 എന്നുള്ളത് പ്രിന്റ് ചെയ്യും, 3 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. 4 ആകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പറയണത് ബ്രേക്ക് ചെയ്യണം. 4 പ്രിന്റ് ചെയ്യണ്ട, 4 എത്തുമ്പോൾ എന്ത് ചെയ്യണം, പ്രിന്റിങ് സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് ചെയ്യണം, നടക്കരുത് പ്രിന്റ് എന്നാ. ഓക്കെ, ശരിക്കും കണ്ടീഷൻ അനുസരിച്ച് എവിടെ വരെ പോകണം, 9 വരെ പോകണം. കാരണം 10ന്റെ താഴത്തുള്ള ഇതൊക്കെ പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന് വേണ്ടി നമ്മൾ കണ്ടീഷൻ കൊടുത്തപ്പോൾ 4 ആകുമ്പോൾ പ്രിന്റ് ചെയ്യരുതെന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്യണം, ആ ഈ ഒരു ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം, ജമ്പ് ഔട്ട്, പുറത്ത് പോകണം, ആ ലൂപ്പിൽ നിന്ന് പുറത്ത് പോകണം. അപ്പം 3 വരെ പ്രിന്റ് ചെയ്യുള്ളൂ, അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നേരെ 0, 1, 2, 3, 4 ഒക്കെ പ്രിന്റ് ചെയ്യും. 4 ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. ബ്രേക്ക് ചെയ്യാനല്ല, ഈ ഒരു ഇറ്ററേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ദീസ് ആർ ദി control flow structure statements of the PHP. Okay, thank you.